ലിവ് ഇൻ റിലേഷനുമായി ബന്ധപ്പെട്ട് ഒരേ ഹൈക്കോടതിയിൽ നിന്ന് രണ്ട് വ്യത്യസ്തമായ വിധികൾ. അതിലൊന്ന്, വിവാഹിതനായ പുരുഷന് ലിവ് ഇൻ റിലേഷന് നിയമവിരുദ്ധതയില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുകയുണ്ടായി. ഈ വിധി രണ്ടാമത് പരിശോധിക്കാം. വ്യത്യസ്തമായ മറ്റൊരു വിധി, വിവാഹിതരായ സ്ത്രീയും പുരുഷനും ലിവ് ഇൻ റിലേഷന് നിലവിലുള്ള വിവാഹബന്ധം വേർപെടുത്തിയതിന് ശേഷം മതിയെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. ഈ കേസിൽ ഭാര്യാഭർത്താക്കന്മാരെ പോലെ ഒന്നിച്ചു കഴിയുന്ന തങ്ങൾക്ക് ജീവന് ഭീഷണിയുണ്ടെന്നും സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ട് സ്ത്രീയും പുരുഷനും ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. ഇരുവരും വിവാഹിതരും പങ്കാളികൾ നിലവിലുള്ളവരുമാണ്. ഒന്നിച്ച് കഴിയാൻ സംരക്ഷണം വേണമെന്ന ഇരുവരുടെയും ഹർജിയെ സംസ്ഥാന സർക്കാർ എതിർത്തിരുന്നു. നിലവിലുള്ള ജീവിത പങ്കാളികളിൽ നിന്ന് വിവാഹമോചനം നേടാതെ ഹർജി അനുവദിക്കരുതെന്ന് സർക്കാർ ഭാഗം വാദിച്ചു. അലഹബാദ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് വിവേക് കുമാർ സിംഗാണ് കേസ് പരിഗണിച്ചത്. പ്രായപൂർത്തിയായ രണ്ടുപേരുടെ വ്യക്തിസ്വാതന്ത്ര്യത്തിൽ അവരുടെ മാതാപിതാക്കൾക്ക് പോലും ഇടപെടാൻ അവകാശമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. എന്നാൽ വ്യക്തിസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പരിപൂർണമല്ല. വിവാഹബന്ധത്തിലെ പങ്കാളിയുടെ അവകാശം ഇത്തരം വ്യക്തിസ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഇല്ലാതാക്കാനാവില്ല. ഒരാളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ നിയമപരമായ അവകാശങ്ങളിലേക്ക് കടന്നുകയറാനുള്ളതല്ല. നിയമപരമായ പങ്കാളിക്ക് ഇവരോടൊപ്പമുള്ള കമ്പനി എൻജോയ് ചെയ്യാനുള്ള സ്റ്റാറ്റ്യൂട്ടറി റൈറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ലിവ് ഇൻ റിലേഷനിലുള്ള വ്യക്തിക്ക് സംരക്ഷണം നൽകാൻ ഉത്തരവിടാൻ കഴിയില്ലെന്ന് കോടതി. നിയമപരമായ സംരക്ഷണം ലഭിക്കണമെന്ന പരാതിക്കാരുടെ ആവശ്യം നിലനിൽക്കുന്നതല്ല. അതിനാൽ അവർ ബന്ധപ്പെട്ട കോടതിയിൽ നിന്ന് വിവാഹമോചനം നേടിയതിന് ശേഷമാകണം ഇഷ്ടമുള്ളവരോടൊത്ത് കഴിയേണ്ടതെന്ന് കോടതി വ്യക്തമാക്കി. വിവാഹിതരായി കഴിയുന്നവർ വിവാഹമോചനം നേടാതെ മറ്റൊരു പങ്കാളിയുമായി ലിവ് ഇൻ റിലേഷനിൽ കഴിയുന്നത് നിയമപരമായി അനുവദിക്കാൻ കഴിയില്ല. പരാതിക്കാരുടെ റിട്ട് പെറ്റീഷൻ അനുവദിക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. എന്നാൽ പരാതിക്കാർക്ക് എന്തെങ്കിലും അതിക്രമം നേരിട്ടാൽ അവർക്ക് പോലീസിനെ സമീപിക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ മറ്റൊരു വിധി, വിവാഹിതനായ ഒരാൾ പ്രായപൂർത്തിയായ സ്ത്രീയുമൊത്ത് ലിവ് ഇൻ റിലേഷനിൽ കഴിയുന്നത് കുറ്റകരമല്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. അലഹബാദ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ജെ മുനീറും ജസ്റ്റിസ് തരുൺ സക്സേനയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് ഈ നിരീക്ഷണം. ലിവ് ഇൻ റിലേഷനിൽ കഴിയുന്ന സ്ത്രീയുടെ വീട്ടുകാരിൽ നിന്ന് ഭീഷണിയുണ്ടെന്നും സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതിയിലെത്തിയത്. സ്ത്രീയുടെ പരാതിയിൽ തൻ്റെ രക്ഷിതാക്കൾ തന്നോടൊപ്പമുള്ള പുരുഷനുമായുള്ള ബന്ധത്തെ എതിർക്കുകയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. സംരക്ഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. പോലീസിൽ നിന്ന് തങ്ങൾക്ക് സംരക്ഷണം ലഭിക്കണം. എന്നാൽ സ്ത്രീയുടെ കുടുംബക്കാർ വാദിച്ചത് സ്ത്രീയോടൊപ്പമുള്ള പുരുഷൻ വിവാഹിതനാണ്. വിവാഹിതനായ പുരുഷൻ മറ്റൊരു സ്ത്രീയുമായി താമസിക്കുന്നത് തെറ്റാണ്. ഈ കേസിൽ കോടതി വ്യക്തമാക്കിയത് സോഷ്യൽ മൊറാലിറ്റിയിൽ നിന്ന് വ്യത്യസ്തമാണ് നിയമം. നിയമപരമായി തെറ്റല്ലാത്തതിനെ പൊതു അഭിപ്രായത്തിൻ്റെ പേരിലോ മൊറാലിറ്റിയുടെ പേരിലോ നിയമപരമായ സംരക്ഷണം നൽകാതിരിക്കാനാകില്ല. വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമ്പോൾ പൊതുധാരണകളോ ധാർമ്മികമായ അഭിപ്രായങ്ങളോ അല്ല കോടതിയുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതെന്ന് ഹൈക്കോടതി. സാമൂഹിക മര്യാദയുടെ പേരിൽ വ്യക്തിസ്വാതന്ത്ര്യം നിഷേധിക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ ജീവിക്കുന്നവരുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നത് ശരിയല്ല, സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പ്രായപൂർത്തിയായ രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. അവരിൽ ഒരാൾ വിവാഹിതനായതിൻ്റെ പേരിൽ അതൊരു ക്രിമിനൽ ഒഫൻസായി കണക്കാക്കാൻ കഴിയില്ല. പരസ്പര സമ്മതത്തോടെ ജീവിക്കുമ്പോൾ മോറൽ സൈഡിനേക്കാൾ അവരുടെ ലീഗൽ റൈറ്റിനാണ് പ്രാധാന്യം. ഒരു സ്ത്രീ സ്വന്തം നിലയിൽ മറ്റൊരാളുമായി ജീവിക്കുമ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കരുതെന്ന് അധികാരികൾക്ക് നിർദ്ദേശം നൽകി. കോടതി സ്ത്രീയുടെ വീട്ടുകാരെ സ്ത്രീ താമസിക്കുന്ന സ്ഥലത്ത് കയറുകയോ നേരിട്ടോ അല്ലാതെയോ കോണ്ടാക്ട് ചെയ്യരുതെന്ന് വിലക്കുകയും പോലീസിന് ഇവരുടെ സംരക്ഷണ ചുമതലയുണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.